ആരാണ് ലോകത്തിന്റെ പുറകെ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊന്നും അറിയാൻ വയ്യാത്തവരാണ്. 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കയാൽ ശരിയായ നിലയിൽ പാപമോചനം പ്രാപിച്ചവൻ അവൻ ലോകത്തെ സ്നേഹിക്കത്തില്ല. പാപമോചനം പ്രാപിച്ചവൻ. പാപമോചനം പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് അതിനകത്ത്. ഒന്ന്, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ അതുവരെയുള്ള നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. എന്നാൽ രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള മോചനം കൂടെ ലഭിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മാത്രമല്ല, രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിച്ചു. എന്നാൽ ഓരോ ദിവസവും പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കണം. ഇവിടെ പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കയാൽ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പൊ ഇത് രണ്ടുമുണ്ട്. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് മോചനം വേണം, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമുക്ക് മോചനം വേണം. അനുനിമിഷം അവന്റെ കൂടെ ജീവിക്കുമ്പോഴാണ് പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നത്. ഇവിടെയൊക്കെയാണ് ശരിക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് അനിവാര്യമാകുന്നത്. ആരാണ് ലോകത്തെ സ്നേഹിക്കാത്തത്? ആത്മശക്തിയിൽ പാപത്തിന്റെ മേൽ ജയം നേടിയിട്ടുള്ളവനാണ് ശരിക്കും പറഞ്ഞാൽ ലോകത്തെ സ്നേഹിക്കാത്തവൻ. ലോകത്തെ അവൻ സ്നേഹിക്കുന്നില്ല. കാര്യം അവൻ ആത്മശക്തിയിൽ, ആത്മാവും ജഡവും വിപരീത ദിശയിലാണ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. ആത്മാവിനെ അനുസരിച്ച്, അതായത് എന്തെങ്കിലും ഒരിക്കലും ഒരു ഉപദേശി പ്രസംഗിച്ചപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നവരൊക്കെ കൈകളെ ഉയർത്തിയാടെന്ന് പറഞ്ഞപ്പോൾ തലേ ചൊറിയാൻ വേണ്ടി ഇങ്ങനെ വെച്ച് കൈ പൊക്കിയതുപോലെ അവന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കയാൽ, നിങ്ങൾ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ മോചിക്കപ്പെട്ടു. അത് നമ്മൾ രക്ഷിക്കപ്പെട്ട് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ തന്നെ നമ്മൾ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മോചിക്കപ്പെട്ടു. പക്ഷേ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള മോചനം വേണമെങ്കിൽ അങ്ങനെ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല അത്. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മശക്തിയിൽ ജീവിക്കുന്നവനായിരിക്കണം. അങ്ങനെയുള്ളവൻ പാപത്തെ ജയിച്ചിരിക്കുന്നവനാണ്, പാപങ്ങൾ മോചിച്ചിരിക്കുന്നവനാണ്, പാപത്തെ ജയിച്ചവനാണ്. അവൻ പിന്നെ ലോകത്തെ സ്നേഹിക്കാൻ പോകത്തില്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. അവ തമ്മിൽ വിരുദ്ധമല്ലോ എന്നാ പറയുന്നത്. രണ്ടും രണ്ട് ദിശയിലാണ്. യഥാർത്ഥത്തിൽ പാപങ്ങൾ മോചിക്കപ്പെട്ടവൻ, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവൻ പിന്നീട് ലോകത്തിന്റെ ഇഷ്ടങ്ങളിലേക്കും താല്പര്യങ്ങളിലേക്കും അവൻ തന്നെ തന്നെ എറിഞ്ഞു കൊടുക്കുകയില്ല. അത് നമ്മുടെ ജീവിതത്തിൽ അനുദിനം പരിശുദ്ധാത്മ ശക്തിയാൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് പാപം ഏറ്റുപറഞ്ഞ് വിടുതൽ പ്രാപിച്ചവരും പാപത്തിന്റെ ശക്തിയിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കണം. പാപം എപ്പോഴും വരും. പ്രലോഭനം ഉണ്ടാകരുതെന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. പ്രലോഭനം ഉണ്ടാകും, അത് അവന്റെ ജോലിയാ. സാത്താന്റെ പേര് തന്നെ ടെംപ്റ്റർ എന്നാ, പ്രലോഭകൻ, പരീക്ഷിക്കുന്നവൻ. അവന്റെ പേര് തന്നെ, സാത്താൻ എന്നുള്ള പേരിന്റെ അർത്ഥം തന്നെ പ്രലോഭിപ്പിക്കുന്നവനാ. അത് അവന്റെ ജോലി അവൻ ചെയ്യും. പക്ഷേ അവന്റെ പണിയും കൊണ്ട് എന്റെ അടുത്തോട്ട് വന്നാൽ നടക്കത്തില്ല. കാര്യം ലോകത്തിലുള്ളവനേക്കാൾ വലിയ ഒരുവൻ എന്റെ ഉള്ളിലുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തിയെ പകർന്നു തരുന്നു. എന്തിന്? പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ. അങ്ങനെ പാപങ്ങൾ മോചിക്കപ്പെട്ടവൻ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പാപത്തോട് എതിർത്തു നിൽക്കുന്നവന്റെ ജീവിതത്തിലേക്ക് ലോകമോഹം കടന്നു വരികയില്ല. അവൻ ദൈവേഷ്ടം തിരക്കുന്നവനായിരിക്കും. അടുത്തത് 13-ാമത്തെ വാക്യത്തിൽ, കുഞ്ഞുങ്ങളെ, ആദി മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ആദി മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ ബീയിങ്ങിനെ കുറിച്ച് തന്നെയുള്ള വലിയൊരു തിരിച്ചറിവ്. അതൊന്നും സാധാരണ ജനങ്ങൾക്കൊന്നും ഇല്ല. നമ്മുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ ദൈവത്തെ അറിയുന്നത് എങ്ങനെയാ? ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വിഗ്രഹത്തെയൊക്കെയാണ് അവർ ദൈവം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാവരുടെയും കാര്യത്തിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും തരുന്ന ദൈവം, അങ്ങനെയൊക്കെയുള്ളൊരു ദൈവം. പക്ഷേ ദൈവത്തിന്റെ ബീയിങ്, ആദി മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ, ദൈവത്തിന്റെ ബീയിങ്ങിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം എന്ത് ചെയ്താണ്? ശരീരം ധരിച്ച് നിങ്ങളുടെ ഇടയിൽ പാർത്തു. അവനാണ് യേശു ക്രിസ്തു. ആ യേശുവിനെ
ആദ്യം മുതലുള്ള ദൈവമായിട്ട് തിരിച്ചറിയുന്നവൻ, അവനോടാ യോഹന്നാൻ എഴുതുന്നത്. നിങ്ങൾ ആദ്യം മുതലുള്ളവനെ അറിഞ്ഞിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ദൈവത്തിന്റെ ബീയിങ്ങിനെ പറ്റി നല്ല ബോധ്യമുള്ളവർ. എന്നിട്ട് 13-ാമത്തെ വാക്യത്തിൽ തന്നെ, ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കയാൽ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് പറയുന്നത് ആരോടാ? ഇതുപോലെ ജയാളികളോടാ പറയുന്നത്. ഇനി ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. പരാജയപ്പെട്ട് അതിൽ സന്തോഷിച്ച് നടക്കുന്ന ലൗകികരായ ആളുകളോടല്ല ഇതെഴുതുന്നത്. വിശ്വാസികളെന്ന് ബോധ്യമുള്ള ദൈവത്തെ അറിയാവുന്ന ആളുകളോട് പറയാ, നിങ്ങളും ശ്രദ്ധിക്കണം. അല്ലാതെ ഇത് അവിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ദൂതല്ല, വിശ്വാസികളും മനസ്സിലാക്കണം. യോഹന്നാൻ എഴുതുന്നത് അവിശ്വാസികൾക്ക് വേണ്ടിയല്ല ഇത് എഴുതുന്നത്. പിതാക്കന്മാരെ ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ, ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കുകയും, നോക്കുക, ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ആലോചിച്ച്, ആദ്യം മുതലുള്ളവനെ അറിഞ്ഞിരിക്കയാൽ, ശക്തരാകയാൽ. ആ ശക്തി എന്ന് പറയുന്നത് എന്താണ്? ദൈവവചനം. അവിടെ താഴെ പറയുകയാണ്, ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും. ഇതൊക്കെയാ പിന്നെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതം ഏത് നിലയിലുള്ളതായിരിക്കണമെന്ന് എന്തോരും ഒരു ചെറിയ പാസേജിനകത്ത് യോഹന്നാൻ എല്ലാം പറയുക അല്ലേ. നമ്മളിത് സ്വയശോധനയ്ക്ക് വേണ്ടി ഒന്ന് എടുക്കണം. ഞാന് ആദ്യം മുതലുള്ളവനെ അറിഞ്ഞിട്ടുണ്ടോ? അതുപോലെ ഞാൻ ദൈവശക്തിയിൽ നിലനിൽക്കുന്നുവോ? പരിശുദ്ധാത്മ ശക്തി എന്നിലുണ്ടോ? ദൈവവചനം എന്നിൽ വസിക്കുന്നുണ്ടോ? ഞാൻ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നുവോ? അങ്ങനെയുള്ള വ്യക്തികൾ, അവിടെയാ പറയുന്നത്, അവരോട് പറയുകയാണ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അവിശ്വാസികൾ ലോകത്തെ സ്നേഹിക്കരുത്. അവർ ലോകത്തിനകത്തല്ലേ, അവർ ജീവിക്കുന്നത് തന്നെ ലോകത്തിനകത്താ. അവരോട് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ആകെ സ്നേഹം ലോകത്തോടെ ഉള്ളൂ. അവരോടല്ല. വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരായ ആളുകളോട് യോഹന്നാൻ പറയാ, എനിക്ക് നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ട്. ഇത് പിന്മാറ്റക്കാരുടെ കാര്യം പോലും അല്ല പറയുന്നത്. ശക്തരായി ജീവിക്കുന്ന, ശക്തരായ വചനം ഉള്ളിൽ വസിക്കുന്ന അവരോട് പോലും പറയാണ്, ബി കെയർഫുൾ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് വലിയ ഒരു മുന്നറിയിപ്പ് നൽകുന്നതാ നമ്മൾ കാണുന്നത്. അല്ലാതെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ദൈവ ഇഷ്ടമല്ലാതെ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതിന്റെ പിന്നാലെ പോകുന്നത് ദൈവേഷ്ടമല്ല. ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്ന് അല്ല. ജഡമോഹം, അല്ലെങ്കിൽ കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതിനകത്ത് മുങ്ങിക്കുളിച്ച് കിടന്നിട്ട് അങ്ങ് ജഡമോഹം കയറിയിട്ട് അല്ലെങ്കിൽ കൺമോഹം കയറിയിട്ട് കാണുന്നതെല്ലാം വേണമെന്നുള്ള മോഹമാ കൺമോഹം. എനിക്കത് വേണം, എനിക്കിത് വേണം. മാത്തുക്കുട്ടി വെച്ച വീട് കണ്ടോ, എനിക്ക് അതിനേക്കാൾ വലിയ വീട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചകനെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിക്കണേ, ഇത് ദൈവഹിതമാണോ ഇല്ലയോ എന്നറിയാൻ പ്രാർത്ഥിക്കൊന്നും വേണ്ട. കാരണം ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. സഭയുടെ പ്രസിഡന്റ് ആകാനും സെക്രട്ടറി ആകാനും മോഹിച്ചേച്ച്, ഞാനങ്ങ് സഭയിലായതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അതായത് മറ്റു മോഹങ്ങൾ, ജീവനത്തിന്റെ പ്രതാപം മറ്റു പലർക്കും ഉണ്ട്, സഭയ്ക്കുള്ളിലുള്ള പലരും ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. ട്രഡീഷണൽ സഭകളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ഇവിടെ അങ്ങനൊന്നും ഇല്ല. പക്ഷേ ഞാൻ പറയട്ടെ, അത് ദൈവഹിതമാണോ ഇല്ലയോ എന്നുള്ളത് എന്നോട് ഒരാൾ ഒരിക്കൽ പറഞ്ഞു, മോനെ വാഗ്ദത്തമുണ്ട് ദൈവത്തിന്. ഞാൻ പറഞ്ഞു, എന്തോ അപ്പച്ച, ഒരു പ്രായമുള്ള ആളാണ്, എന്നെ ഈ പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുത്തുമെന്ന് വാഗ്ദത്തമുണ്ട്, അതിനുവേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ ജീവനത്തിന്റെ പ്രതാപം മോഹിച്ചിട്ട് അത് ദൈവഹിതമാണോ ഇല്ലയോ എന്നറിയാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം അത് ദൈവത്തിൽ നിന്നല്ല എന്നാണ്. എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. ഇല്ലേ? ലോകത്തിന്റെ മോഹങ്ങൾ, ലോകം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തരും. ഇപ്പൊ മോശയുടെ കാര്യം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. മോശയുടെ കാര്യമൊക്കെ നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 25 മുതലുള്ള
വാക്യങ്ങളില് 11:25 പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. നമ്മളാണെങ്കിൽ നേരെ തിരിച്ച വല്ല വിധേനെ അടുത്ത ഫറോ ആകേണ്ട ആളാ. ഒരു കാര്യം, ഫറവോന്റെ പുത്രിയുടെ മകനാണല്ലോ, എടുത്തു വളർത്തിയതാണ്, പക്ഷെ ഫറവോന്റെ പുത്രിയുടെ മകൻ. അങ്ങനെ ആയായിരുന്നെങ്കിൽ അവിടുത്തെ വലിയ ഒരു ചക്രവർത്തിയായിട്ടൊക്കെ മോശയ്ക്ക് ജീവിക്കാമായിരുന്നു. പക്ഷേ മോശ പറഞ്ഞു, ഞാൻ അതിന് പോകത്തില്ല, എനിക്കങ്ങനെ ആകണ്ട. പ്രതിഫലം നോക്കിയത് കൊണ്ട്. പ്രതിഫലം നമ്മൾ പറഞ്ഞാൽ പ്രതിഫലം നോക്കുന്നത് അങ്ങനെയല്ലേ? ഞാൻ കർത്താവിന്റെ ഒരു കരുണയെ, ഞാന് ഒരു എബ്രായനായിട്ട് ഇടയനായിട്ടൊക്കെ ജീവിക്കേണ്ടതായിരുന്നു. ഏതാണെങ്കിലും കർത്താവിന്റെ കൃപയാൽ ഞാനിപ്പോ ഫറവോന്റെ കൊട്ടാരത്തിലാ എന്നായിരിക്കും പറയുന്നത്. പക്ഷെ ഫറവോന്റെ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ അവൻ പറഞ്ഞു, എനിക്കിത് വേണ്ട. അടുത്ത ഫറവോൻ ആയായിരുന്നെങ്കിൽ, ഞാൻ ഈ ഫറവോന്മാരുടെ പിരമിഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ മമ്മീസ് ഒക്കെ ഈജിപ്തിൽ പോയപ്പം അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മോശയുടെ ആ കാലയളവിൽ ഉണ്ടായിരുന്ന ഫറവോന്റെ മമ്മി വെച്ചിരിക്കുന്നു. മമ്മി എന്ന് പറയാൻ നമ്മളൊന്നും കാണാനൊന്നുമില്ല, എന്നാലും അതും ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ആലോചിച്ചു, മോശയെ കാണാൻ ഫറവോനായിരുന്നെങ്കിൽ ഇതുപോലൊരു അസ്ഥികൂടമായിട്ട് ഇവിടെ കാണാൻ കിടന്നേനെ, അല്ലാതെ എന്തോ ഉണ്ടായേനെ. മോശയുടെ കാലത്തെ ഫറവോൻ ആരാന്ന് പോലും ഇന്ന് ലോകത്തിൽ ആർക്കും അറിയത്തില്ല, പക്ഷെ മോശ ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം. അവൻ പ്രതിഫലം നോക്കി. അവൻ എന്താണ്? അവൻ പറഞ്ഞു, എനിക്ക് വേണ്ടത് ഈജിപ്തിന്റെ ഭരണാധികാരിയാവുക എന്നുള്ളതല്ല, എനിക്ക് പ്രതിഫലം നോക്കിയത് കൊണ്ട് അവൻ എന്താണ്? മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു. ജീവനത്തിന്റെ പ്രതാപത്തെ, ലൗകിക പ്രതാപങ്ങളെ അങ്ങനെ വേണ്ട എന്ന് പറയാൻ മനസ്സുണ്ടാകണമെങ്കിൽ അതിനപ്പുറത്ത് പ്രതിഫലം നോക്കിയതുകൊണ്ട് നിത്യതയുടെ ഒരു ദർശനം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഭൂമിയിൽ വലിയ മഹിമകൾക്കൊന്നും വലിയ മോഹമൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഈ മഹിമകളുടെ പിന്നാലെ പോയാൽ ദൈവഹിതം ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് നമുക്കറിയാനായിട്ട് കഴിയുന്നത്. നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ വായിച്ചല്ലോ, 1-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിൽ അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച വേദഭാഗം തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ലോകവും അതിന്റെ ലോകത്തോടുള്ള മോഹവും ഒഴിഞ്ഞു പോകുന്നു. ലോകം ശാശ്വതമല്ല. നമ്മൾ എങ്ങനെയാ ജീവിക്കേണ്ടത്? ലോകത്തിന്റെ ചിന്തയിലല്ല, പ്രത്യുത നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കണം. അതാ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഗോഡ് വാണ്ട്സ് us to live in the light of eternity. അപ്പോൾ നമുക്ക് വേറെ കാര്യമുണ്ട്. എല്ലാവർക്കും ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ ഇല്ലായിരിക്കും, അല്ലേ? നാച്ചുറലി ഇതൊക്കെയാണ് എല്ലാവർക്കും. അത് വിശ്വാസികൾക്ക് തന്നെ ചിലപ്പോൾ ആൾക്കാർ പറയുമല്ലോ, ആസാബ് തന്നെ പറയുന്നു, അഹങ്കാരികളുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നിയെന്ന്, ഇല്ലേ? ചിലപ്പം നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ നമ്മളെക്കാൾ സുഖമായിട്ടും സൗകര്യമായിട്ടും ഒക്കെ കഴിയുമ്പം ഹ്യൂമൻ വേയിൽ നമുക്ക് അസൂയൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. നിശ്ചയമായും നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. എടാ, തെന്നി വീണ് താഴെ പോകാനുള്ളവനായി ഇവനൊക്കെ. പക്ഷേ നിന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് അതല്ല. നിന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന നിത്യതയിൽ നീ ദൈവത്തോട് ചേർന്ന് ജീവിക്കണമെന്ന